ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഇതൊരു ചെറിയ യാത്ര പോയ ഒരു ബ്ലോഗാണ് കേട്ടോ. ചെറിയ യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ആലപ്പുഴയിൽ നിന്ന് ചെങ്ങന്നൂർ വരെ ഒരു കല്യാണത്തിന് പോകണമായിരുന്നു. ആ പോക്ക് നടന്നില്ല, അത് ഡിലേ ആയി. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പ് ഒരു യാത്ര പോയി. അങ്ങനെ നല്ല രസമായിരുന്നു. നല്ല വെയിലൊക്കെ ഉള്ള ദിവസമായിരുന്നു. ഒരാൾ തളർന്ന് കിടന്ന് ഉറങ്ങിപ്പോയി. വണ്ടി കയറി അപ്പോൾ ഉറങ്ങും. അതിനുശേഷം തിരിച്ചിങ്ങോട്ട് വന്ന വഴിക്ക് നന്നായിട്ട് വൊമിറ്റൊക്കെ ചെയ്ത കാരണം ക്ഷീണത്തിലാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അധികം മഴയില്ലായിരുന്നു. നല്ല മഴയ്ക്ക് ശേഷമുള്ള ഒരു കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് നല്ലൊരു കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട്, യാത്രയിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. അതിനുശേഷം ഞങ്ങൾ രണ്ടാമത്തെ കുഞ്ഞമ്മയുടെ അടുത്ത് വന്നു. അവിടെ രണ്ടിടത്തും മനോഹരമായ ഇലച്ചെടികളും നല്ല ഭംഗിയുള്ള വീട്, നന്നായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നു. എനിക്കത് ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെട്ടു. അപ്പോൾ കുഞ്ഞമ്മ ഓടി നടക്കുകയാണ്, എന്തൊക്കെയാണ് തരേണ്ടത്, ഏതൊക്കെ ചെടിയാണ് കുഞ്ഞ്, അത് വേണ്ടേ, ഇത് വേണ്ടേ, ഇത് കൊണ്ടുപോകും. അതുകൊണ്ട് ഞാൻ എന്തായാലും കുറച്ച് ചെടിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. രണ്ടിടത്തും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ ചെങ്ങന്നൂരിൽ നിന്ന് കുറേ ചക്കയും അമ്പലപ്പുഴയിൽ നിന്ന് കുറേ മാങ്ങയൊക്കെ ആയിട്ടാണ് വന്നത്. ഇത്രയൊന്നും അല്ല, ഇതിലേറെ ഉണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോയതാണ്. അന്ന് തന്നെ ഞങ്ങൾ ചക്ക പോയി, പഴുത്തതും പച്ചയും ഒക്കെ ഉണ്ടായിരുന്നു. പഴുത്ത ചക്ക എടുത്തു, കുറച്ച് ഉണ്ടാക്കി, കുമ്പളപ്പം ഉണ്ടാക്കി, പച്ചച്ചക്ക വേവിച്ചു, കഞ്ഞിക്കും പുഴുക്കും ഒക്കെ ആയിട്ടൊരു ബഹളമായിരുന്നു. അപ്പോൾ ഇത് കുമ്പളപ്പം ഉണ്ടാക്കിയതാണ്. ഞാനാണ് കുമ്പളപ്പം ഉണ്ടാക്കിയത്, എൻ്റെ ഓണർ ഞാനാണ്. അമ്മ ചക്ക വേവിക്കാനാണ് നിന്നത്. അപ്പോൾ നല്ല കുമ്പളപ്പമായിരുന്നു കേട്ടോ. ഇലയൊക്കെ നല്ല ഫ്രഷ് കുഞ്ഞമ്മ തന്നു വിട്ട്. അയ്യോ എന്ത് രസം ഉണ്ടായിരുന്നു എന്നറിയാം, എന്ത് ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല കുമ്പളപ്പൊക്കെ നല്ല. ചക്ക ഇപ്പോഴും തീർന്നിട്ടില്ല, ചക്ക ഇപ്പോഴും ഇരിക്കണം. കുറേ ദിവസമായി, പക്ഷേ ചക്ക ഇപ്പോഴും ഞങ്ങളിനി വരട്ടാനുള്ളത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ അപ്പം ഉണ്ടാക്കി, കുമ്പളപ്പം ഉണ്ടാക്കി. ഇതാ കണ്ടോളും, നല്ല ഭംഗിയുള്ള കുമ്പളപ്പം. എന്തായാലും ഞാൻ അന്ന് രാത്രി തന്നെ അടുപ്പത്ത് കയറ്റി അന്നും പിറ്റേന്നുമൊക്കെ കുമ്പളപ്പമായിട്ടുള്ള അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും ഒക്കെ അതെടുത്ത് നല്ല കാര്യമായിട്ട് കഴിച്ചു. വെന്ത് വന്ന കുമ്പളപ്പം അടിപൊളിയായിരുന്നു, സൂപ്പർ. നോക്കിക്കോ, നല്ല രസമുണ്ട്, നന്നായിട്ട് നല്ല, എനിക്കിഷ്ടപ്പെട്ടു. എല്ലാവർക്കും നമുക്ക് ഭയങ്കര നൊസ്റ്റാൾജി ഫീൽ വരുന്ന ഒരു സാധനമാണല്ലോ കുമ്പളപ്പം. ഇതിപ്പോഴും കിട്ടാറില്ല നമുക്ക്, വല്ലപ്പോഴും ഈ ഇലയൊക്കെ വല്ലപ്പോഴും ഒക്കെ കിട്ടാറുള്ളൂ. ഇത് കുഞ്ഞമ്മ അപ്പുറത്ത് പറമ്പിൽ പോയി എടുത്തുകൊണ്ട് വന്നതാണ്. രാവിലത്തെ ചായയ്ക്കും കുമ്പളപ്പം, ചായയ്ക്കും ഇതേ കൂടെ ഒരു കുമ്പളപ്പം കഴിച്ചപ്പോൾ ഉണ്ടായ ആശ്വാസം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ്, എനിക്കൊന്ന് ഒരുപാട് വർഷങ്ങളായി ഇതൊക്കെ കഴിച്ചിട്ടെന്ന് തോന്നുന്നു. അപ്പോൾ ആ മണമൊക്കെ അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മുടെ നാടിങ്ങനെ ഓർത്ത് പോകുന്നു. എന്ത് നല്ല സ്നാക്സൊക്കെയാണ് നമുക്കുള്ളതെന്ന്. അത് ഈ പച്ചച്ചക്ക വെട്ടലാണ് കേട്ടോ. ഇതാ പച്ചച്ചക്ക ഞാൻ ആദ്യമായിട്ടാണ് ചക്ക വെട്ടുന്നത്. എന്തായാലും ചക്ക വെട്ടാൻ അറിയില്ല എന്നൊന്നും പറയണ്ട, കണ്ടം മുണ്ടം മുറിച്ചിടാനൊക്കെ അറിയാം. എന്തായാലും അത് പെട്ടെന്ന് തന്നെ അതും അടുപ്പയിലാക്കി വേവിച്ചു. കാരണം അന്ന് വേവിക്കണം, അല്ലെങ്കിൽ പിറ്റേന്ന് കഴിയുമ്പോഴത്തേക്ക് അത് പിന്നെ പഴുത്തു പോവും. അത് കാരണം അപ്പം തന്നെ അത് വേവിച്ചെടുത്ത്, പിന്നെ രാത്രി കഞ്ഞിയും ചക്കപ്പുഴുക്കും മീൻ വറുത്തതും അച്ചാറും ഒക്കെ കൂട്ടിയിട്ട് സുഭിക്ഷമായിട്ടൊരു കഞ്ഞി കുടിച്ച്. രാവിലെ നല്ല മഴയും വേണ്ടായിരുന്നു, സൂപ്പർ മഴയായിരുന്നു. പിന്നെ ചക്കപ്പുഴുക്കും അതിൻ്റെ കൂടെ നല്ല ഉള്ളിയും മുളക് പിടിച്ച് ചമ്മന്തിയും ഒരു മീൻ വറുത്തതിൻ്റെ കഷ്ണവും അതൊക്കെ ആയിട്ട് അടിപൊളിയായി. പിന്നെയും ചക്ക തീർന്നിട്ടില്ല, പിന്നെയും ചക്ക, പിറ്റേന്നും ചക്ക. ചക്ക മയം ചക്ക. ഇപ്പോൾ കുറേ നാൾ കൂടിയിട്ട് ചക്ക കിട്ടിയില്ല. ഈ വർഷം ഞങ്ങൾക്ക് ചക്ക കിട്ടിയില്ല പറഞ്ഞ് 7-8 ചക്ക. എൻ്റെ അമ്മേ, എന്തായിരുന്നാ അമ്മ പിന്നെയും മുറിക്കുന്നുണ്ട് ചക്ക. അത്രയ്ക്കും എല്ലായിടത്തും കൊടുത്തു കേട്ടോ. നമ്മൾ മാത്രമല്ല എടുത്ത്, ഈ ഫ്ലാറ്റിൽ എല്ലാ ആൾക്കാർക്കും കൊടുത്തു. കൈ കിട്ടിയവരെയൊക്കെ നമ്മൾ ഏൽപ്പിച്ചു. കൂഴച്ചക്ക, വരിക്കച്ചക്ക, അങ്ങനെ എല്ലാ ചക്കയും ഉണ്ടായിരുന്നു. എന്തായാലും ഈ വർഷം ചക്ക കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം മാറിക്കിട്ടി. ഇഷ്ടത്തിന്, ആവശ്യത്തിന് സന്തോഷം, മനസ്സ് നിറഞ്ഞ് നമുക്ക് ചക്ക കിട്ടിയ വർഷമാണിത്. എന്തായാലും കുഞ്ഞമ്മ ഓടി നടന്നിട്ട് ഒരു ചക്കയാണ് ചോദിച്ചത്, പക്ഷേ കുഞ്ഞമ്മ ഒരു ചക്ക സാമ്രാജ്യം തന്നെ തന്നു. ഇഷ്ടം പോലെ ചക്ക ഇട്ട് തന്നു. എനിക്ക് തോന്നുന്നു അവിടെ ഏതൊക്കെ വീട്ടിലെ ചക്കയുണ്ട് ആ വീട്ടിൽ നിന്നൊക്കെ ചക്ക എടുത്ത് ഞങ്ങൾക്ക് പാഴ്സൽ ചെയ്തു, വണ്ടിയുടെ ഡിക്കിയിലാക്കി തന്നു വിട്ടു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ വേറെ എന്തെങ്കിലും വിശേഷം പറയാം. എന്തായാലും ചക്കയുടെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉണ്ടാവുള്ളൂ, ബാക്കിയൊന്നും ഇനി ഞാൻ പറയാൻ നിൽക്കില്ല. കാരണം അത്രയ്ക്ക് ചക്കയായിരുന്നു, അത്രയ്ക്ക്.
നല്ല സൂപ്പറായിട്ട്. ഇത് കൂഴച്ചക്കയാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സീ യു, ബൈ.